ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് പഠിക്കാം. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേക്കാട്ടും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കാനാണോ ഈ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യണത്. ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ എന്താണ് മെയിൻ പ്രോബ്ലം അതിനനുസരിച്ചാണ് ഞാനിവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യണത്. സോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്യാം, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? കഴിഞ്ഞു പോയ കാര്യത്തിനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആൻ ആക്ഷൻ ഓർ ഇവൻറ്റ് ദാറ്റ് വാസ് കംപ്ലീറ്റഡ് അറ്റ് എ സ്പെസിഫിക് ടൈം. സോ ഇതിൻ്റെ റൂള് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V2. റൂള് നിങ്ങൾ പഠിച്ചെടുത്താൽ ഭയങ്കര എളുപ്പമാണ് സെൻറ്റൻസ് ഫോം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഗ്രാൻഡ് മദറിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഗ്രാൻഡ് മദറിനെ മീറ്റ് ചെയ്തു. വി വിസിറ്റഡ് അവർ ഗ്രാൻഡ് മദർ ലാസ്റ്റ് വീക്ക്. ഞാൻ മാർക്കറ്റിൽ പോയി. ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. അതുമാതിരി തന്നെ കഴിഞ്ഞ രാത്രി ഞങ്ങളൊരു സിനിമ കണ്ടു. വി വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. സോ പാസ്റ്റ് ടെൻസിൻ്റെ കുറച്ച് വെർബ് ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും ED ചേർത്താൽ മതി. ഇപ്പോൾ പ്ലെയിന് പ്ലേഡ് വരും, ട്രൈന് ട്രൈഡ് വരും, IED വരും, ക്യാരീന് ക്യാരീഡ് വരും, പിന്നെ സ്റ്റേന് സ്റ്റേഡ് വരും, ഗോന് വെൻറ്റ് വരും. പിന്നെ ടൈം പീരീഡ് യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ഇൻ 2000, ഇൻ ജൂലൈ, ഓൺ ജൂലൈ 10th, പിന്നെ എഗോ, എ ഇയർ എഗോ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുക. നമ്മൾ നെഗറ്റീവിൽ എങ്ങനെയാണ് നമ്മൾ പറയുക സിമ്പിൾ പാസ്റ്റ് ടെൻസ്? ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഇതിൻ്റെ റൂൾ ഓർത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് V1. ഇപ്പോൾ പറയുകയാണ്, അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെങ്ങനെ കഴിച്ചില്ല എന്ന് പറയാം? ഷീ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, അവിടെ ഈറ്റായി. ഇനി അവർ പാർക്കിൽ പോയി. ദേ വെൻറ്റ് ടു ദ പാർക്ക്. ഇതെങ്ങനെ പോയില്ല എന്ന് പറയാം? ദേ ഡിഡ് നോട്ട് ഗോ ടു ദ പാർക്ക്. ഇതുമാതിരി തന്നെ അവൻ ഫുട്ബോൾ കളിച്ചു. ഇതെങ്ങനെ നമ്മൾ കളിച്ചില്ല എന്ന് പറയാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹീ പ്ലേഡ് ഫുട്ബോൾ. നമ്മൾ പറയാണ് ഹീ ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ. ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? അത് നമുക്ക് നോക്കിയാലോ. ഇതിൻ്റെ യെസ് ഓർ നോ വരുമ്പം ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ആണ് വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചോ? ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ഡിഡ് ഹീ ഹാവ് ഹിസ് ഫുഡ്? അതുമാതിരി അവർ സ്കൂളിൽ പോയോ? ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക പാസ്റ്റിൽ? ഡിഡ് ദേ ഗോ ടു സ്കൂൾ? ഇതുമാതിരി തന്നെ നിനക്ക് ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? ഡിഡ് യു എൻജോയ് ദ ട്രിപ്പ്? ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റിൻ്റെ ബി ഫോംസ് പഠിച്ചാലോ. നമ്മൾ മുന്നത്തെ വീഡിയോ പ്രസൻറ്റിൽ നമ്മൾ പഠിച്ചു ബി ഫോംസ് ഈസ്, ആം, ആർ ആണ്. പാസ്റ്റിൽ വരുമ്പം വാസ് അല്ലെങ്കിൽ വെയർ ആണ്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സബ്ജക്റ്റ് ഐ, ഹി, ഷീ, ഇറ്റൊക്കെ വാസ് ആണ്. യു, വി, ദേ ഇതൊക്കെ വെയർ ആണ്. അപ്പോൾ നമുക്കൊന്നും കൂടി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇറ്റ് വിൽ ബി അപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ആദ്യത്തെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു ക്രൂവൽ ഗേൾ ആയിരുന്നു. ഇതെങ്ങനെ നമ്മൾ പാസ്റ്റിൽ പറയും? ഷീ വാസ് എ ക്രൂവൽ ഗേൾ. അവനൊരു ഡോക്ടറായിരുന്നു. ഹി വാസ് എ ഡോക്ടർ. അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വെയർ ഫ്രണ്ട്സ്. വി വെയർ ടീച്ചേഴ്സ്. ഞങ്ങൾ ടീച്ചേഴ്സ് ആയിരുന്നു. ഞാൻ ടയേർഡ് ആയിരുന്നു. ഐ വാസ് ടയേർഡ്. സോ ടയേർഡ് പറയണത് ഇവിടെ അഡ്ജക്റ്റീവാണ്. പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ നൗണാണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ക്രൂവൽ ഗേൾ എന്ന് പറയുമ്പം ക്രൂവലാണ് അഡ്ജക്റ്റീവ്, ഗേളാണ് നൗൺ. പിന്നെ ടീച്ചേഴ്സ് നൗണാണ്, ഫ്രണ്ട്സ് നൗണാണ്, ഡോക്ടർ നൗണാണ്, ടയേർഡ് അഡ്ജക്റ്റീവാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബി ഫോംസിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഇത് നമ്മൾ ഒരാളോട് അങ്ങോട്ട് ചോദിക്കണ മാതിരിയാണ്. അതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് ആണ്. നമ്മളിങ്ങനെ ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അവളൊരു ടീച്ചറായിരുന്നോ? വാസ് ഷീ എ ടീച്ചർ? നിങ്ങൾ പാർക്കിലായിരുന്നോ? വെർ ദേ അറ്റ് ദ പാർക്ക്? ഞാൻ നോട്ടി ആയിരുന്നോ? വാസ് ഐ നോട്ടി?
ഞാൻ ചെറുപ്പത്തിൽ നോട്ടി ആയിരുന്നു എന്ന് ഞാൻ അമ്മേനോട് ചോദിക്കുക. വാസ് ഐ നോട്ടി? പിന്നെ നിങ്ങൾ ആ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നോ? വെർ യു ദ പ്രിൻസിപ്പൾ ഇൻ ദാറ്റ് സ്കൂൾ? അടുത്തത് നമുക്ക് സിമ്പിൾ പാസ്റ്റിൻ്റെ WH ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം വിച്ച്, വോർ, വേർ, വൈ, ഹൗ, ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്. സോ ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ WH ക്വസ്റ്റ്യൻസ് പ്ലസ് ഡിഡ് ചേർക്കുക, സബ്ജക്റ്റ് പ്ലസ് V1 ബേസ് ഫോം ഓഫ് ദ വേർബ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നീ എവിടെയാ പോയേ? ഇതെങ്ങനെ നമ്മൾ WH ക്വസ്റ്റ്യൻസിൽ പറയും? വേർ ഡിഡ് യു ഗോ? അവൾ ആരെയാ കണ്ടേ? ഹൂം ഡിഡ് ഷീ മീറ്റ്? കണ്ടോ അതിൻ്റെ ഫോർമേഷൻ കണ്ടോ? അവൻ എന്തിനാ ഇവിടെ വന്നേ? വൈ ഡിഡ് ഹി കം ഹിയർ? നീ എന്തിനാ എന്നെ വിളിച്ചേ? വൈ ഡിഡ് യു കോൾ മീ? ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻസ് വാസ് ഓർ വെയറിൽ യൂസ് ചെയ്താലോ. നമ്മൾ ഈ വാസ് ഓർ വെയർ WH ക്വസ്റ്റ്യൻസിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ലൊക്കേഷൻ അറിയാനോ, ഐഡൻറ്റിറ്റിയോ, അല്ലെങ്കിൽ ഒരു കണ്ടീഷനോ, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് പറയുമ്പോഴൊക്കെ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് അവൾ ആരായിരുന്നു? ഹൂ വാസ് ഷീ? ഒരു ഐഡൻറ്റിറ്റി പറയല്ലേ. അവൻ എന്തിനാണ് ദേഷ്യപ്പെട്ടെ? വൈ വാസ് ഹി ആംഗ്രി? ഇനി 2000 ഇൻ 2000 കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? ഹൂ വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഇൻ 2000? ഇവിടെയൊക്കെയാണ് നമ്മൾ വാസ് ഓർ വെയർ യൂസ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത നമുക്ക് പാസീവ് വോയിസ് നോക്കാം. സോ പാസീവ് വോയിസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? കൂടുതൽ ഫോർമൽ റൈറ്റിങ്ങിന്, ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എഴുതുമ്പോൾ. കാഷ്വൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പാസീവ് വോയിസ്. ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആക്റ്റീവ് വോയിസിൽ പറയുമ്പം അനു റോട്ട് എ സ്റ്റോറി. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റ് ഏതാണ്? സ്റ്റോറിയാണ് ഒബ്ജക്റ്റ്. അപ്പോൾ സ്റ്റോറി നമ്മൾ ആദ്യം ഇട്ടു, സ്റ്റോറി. അപ്പോൾ സ്റ്റോറി ഒരെണ്ണമായതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് ഇട്ടു. സ്റ്റോറി വാസ് റിട്ടൺ ബൈ ആരാ? ബൈ അനു. ഇതാണ് പാസീവ് വോയിസ്. അടുത്ത ആക്റ്റീവ് വോയിസ് ആണ് ദ കാറ്റ് ചേസ്ഡ് ദ മൗസ്. ഇതിൻ്റെ പാസീവ് വരുമ്പം ആരാണ് ഒബ്ജക്റ്റ്? ദ മൗസ്. ദ മൗസ് വാസ് ചേസ്ഡ് ബൈ ദ കാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നമ്പറും ഞാനിവിടെ മെൻഷൻ ചെയ്യാം.